ഇപ്പോൾ ബി.ജെ.പി നേതാവ് സി കൃഷ്ണകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സി കൃഷ്ണകുമാർ, ഞങ്ങൾ പുറത്തുവിട്ട വാർത്ത താങ്കൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അങ്ങേയറ്റം ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. നിങ്ങളെ ഗർഭിണിയാക്കണം എനിക്ക് എന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനുശേഷം അവരെ പിന്നീട് അത് ഗർഭചിത്രത്തിനടക്കം നിർബന്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്തരം തെളിവുകൾ പുറത്തു വരികയാണ്. എന്താണ് പ്രതികരണം? അല്ല, ഈ രാഹുലിന്റെ നേരത്തെ വന്ന തെളിവുകൾ തന്നെ ധാരാളമാണല്ലോ. വളരെ വ്യക്തത ഉള്ള തെളിവുകളാണ് നേരത്തെ തന്നെ പുറത്തു വന്നത്. ആ തെളിവുകളെ സംബന്ധിച്ച് ആ തെളിവുകളെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് തയ്യാറായിട്ടില്ല. ഇപ്പോ രാഹുലിന്റെ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിന് മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അതിനെ സംബന്ധിച്ചുള്ള തെളിവുകളും പുറത്തു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ കോൺഗ്രസ് തയ്യാറാവുന്നത് ആ പാർട്ടിയുടെ അധപതന. ഇത്രയും ഒരു ധാർമ്മിക ബോധവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ രംഗത്ത് വരുന്നത്. കോൺഗ്രസിന്റെ പാർട്ടിയിൽ നിന്നും നടപടിയെടുത്ത് മാറ്റി നിർത്തിയ ഒരു വ്യക്തിയെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാവുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം ഇത്രയും വലിയ ഗതികേടിലേക്ക് പോയിരിക്കുക. വി കെ ശ്രീകണ്ഠൻ പറയുന്നത് രാഹുല് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മുൻപന്തിയിലുണ്ടാവും, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുള്ളത്. ഇത്രയും ഗതികെട്ട് പോയോ കോൺഗ്രസ് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഇത്രയും നീചമായിട്ടുള്ള രീതിയിൽ നിരവധി യുവതികളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് സംബന്ധിച്ച് തെളിവുകൾ പുറത്തു വന്നിട്ടും അതിനെതിരായിട്ട് പ്രാഥമിക അംഗത്തു നിന്ന് മാറ്റി നിർത്തിയ ഒരു വ്യക്തിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേരിടുക, ഈ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് പറയുക? കോൺഗ്രസിനെ സംബന്ധിച്ച് ശ്രീ കൃഷ്ണകുമാർ, മണ്ഡലത്തിലേക്ക് രാഹുലിനെ കയറ്റില്ല എന്നതടക്കമുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ബി.ജെ.പി ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ബി.ജെ.പി പോലും അക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ബി.ജെ.പിയുടെ നിലപാടിൽ നിന്ന് ബി.ജെ.പി പുറകോട്ടേ പോയിട്ടില്ല. ബി.ജെ.പി കൃത്യമായ നേരത്തെ എടുത്ത നിലപാട്, സംസ്ഥാന നേതൃത്വം പറഞ്ഞ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ഞങ്ങൾ സംബന്ധിക്കില്ല. ഔദ്യോഗിക പരിപാടികളിൽ ഞങ്ങൾ പ്രതിഷേധിക്കും. ഞങ്ങൾ രാഹുലിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ലോ. പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിയുക അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുക, ശാരീരികമായിട്ട് ആക്രമിക്കുക, അതൊന്നും അല്ലല്ലോ പ്രതിഷേധം. ഞങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ നിന്നും ഞങ്ങളുടെ ജനപ്രതിനിധി ഇറങ്ങിപ്പോയല്ലോ. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിനെതിരായിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിക്കെതിരായിട്ട് സ്ത്രീപക്ഷ നിലപാടെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് പ്രതിഷേധവുമായിട്ട് ഇനിയും മുന്നോട്ട് വരും. കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിച്ചോട്ടെ. രാഹുലിനെ എത്ര വെള്ളപൂശിയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വെളുക്കാൻ പോകുന്നില്ല. കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധത ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്, സ്ത്രീ വോട്ടർമാർ കാണുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.